അങ്ങനെ ഗൈസ് ഞാനാണെങ്കിൽ ഇന്ന് നമ്മുടെ ഈ GTR എടുക്കാനായിട്ട് പോവാണ്. ഹിപ്പു ആണെങ്കിൽ വെളി കിടപ്പുണ്ട്, അവനെയും വിളിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. കാരണം അവനെ കറക്റ്റായിട്ട് അതിൻ്റെ സ്ഥലം അറിയത്തുള്ളൂ. എന്തോ ഡൗട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും എൻ്റെ കൂട്ടുകാരനാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞത്. അവനെ ഒന്ന് വിളിച്ച് ചോദിക്കണം. അവനാണെങ്കിൽ വെളിയിലിട്ടിരിക്കുവാണ് ഹിപ്പുവിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞു. കാരണം ഹിപ്പുവിനെ അവന് കൊടുത്തിട്ട് വേണം ആ ഒരു കാർ എനിക്ക് എടുത്തുകൊണ്ട് വരാനായിട്ട്. എന്തായാലും ഹിപ്പു ആണ് ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ലാസ്റ്റ് റൈഡ് കൂടെ ആണല്ലേ ഇത്. ആശാൻ എന്നെ അവന് കൊടുക്കാനായിട്ട് പോവല്ലേ. അവന്റെ വീട്ടിലാണെങ്കിൽ കുറെ അധികം ജിറാഫും അതുപോലെ തന്നെ സിംഹവും എല്ലാം ഉണ്ട്. അപ്പൊ നിനക്ക് കമ്പനിയൊക്കെ ആവുമല്ലോ, അവരുമായിട്ട് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാനായിട്ട് പറ്റും. എന്റെ വീട്ടിലാണെങ്കിൽ ആരും ഇല്ലല്ലോടാ, അതാണ് ഞാൻ കൊടുക്കാന്ന് വെച്ചത്. എന്നാലും എനിക്ക് നമ്മുടെ ഈ വീട് വിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. എന്നാ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാനൊക്കെ പറ്റുന്നേ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേക്കാം. എടാ നീ അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട. അവിടെയാണെങ്കിൽ നിനക്ക് നല്ല കൂട്ടുകാരെയൊക്കെ കിട്ടും. പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ ആണെങ്കിൽ നല്ല മൃഗങ്ങളൊക്കെ ഉണ്ട്, പൂച്ചയും പട്ടിയൊക്കെ ഉണ്ട്. അപ്പം നിനക്കാണെങ്കിൽ അവനുമായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കാം. അപ്പോൾ വലിയ രീതിക്ക് പോസ്റ്റൊന്നും വരത്തില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ അല്ലല്ലോടാ. നമ്മുടെ വീട്ടിൽ മൃഗങ്ങൾ ആരുമില്ല. ആകപ്പാടുള്ളത് ആ വണ്ടിയും ഒരു ബൈക്കും മാത്രമേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും നമ്മുടെ വീട് വിട്ട് പോകുമ്പോ എന്തോ പോലല്ലേ. എടാ ആ പോകുന്ന പെണ്ണിനെ നോക്കിക്കേ, നിനക്ക് വല്ല പ്രത്യേകതയും തോന്നുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ ഇവളെയാണെന്ന് തോന്നടാ ഇവിടെ വെച്ച് കണ്ടായിരുന്നു. എനിക്ക് ഇതിന്റെ അകത്ത് ഇവളെ കണ്ടിട്ട് വലുതായിട്ടൊന്നും തോന്നുന്നൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് എല്ലാ പെൺപിള്ളേരും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നതല്ലേ. അതൊന്നുമല്ല, നീ ഇവളെ എവിടെയെങ്കിലും ഒക്കെ ടാറ്റു ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ആ കണ്ട് ഒരു ഈഗിളുടെ ടാറ്റു അല്ലേ ഞാൻ കണ്ട്. അവനാണെങ്കിൽ കണ്ടു ഗൈസ്. നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് പോയേക്കാം. വാ, നീ അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ പുറകെ പോകുന്നത് എനിക്ക് പണ്ടേ ഉള്ള പരിപാടിയാണ്. നീ ഇങ്ങോട്ട് തിരിച്ചു വന്നേ, നമുക്ക് പോയേക്കാം. ഇനി ഏത് കാലത്താണ് അവിടെ ചെല്ലുന്നതെന്ന് അറിയത്തില്ല. എനിക്കാണെങ്കിൽ വലിയ സ്പീഡില്ലെന്ന് നിനക്ക് അറിയാലോ. നമ്മൾ പയ്യ അനങ്ങി അവിടെ ചെല്ലത്തുള്ളൂ. എടാ അതെനിക്കറിയാം, പക്ഷെ ഞാൻ നിന്നെ ടാറ്റു കാണിക്കാൻ വേണ്ടി പോയതല്ലേ. എടാ അതൊക്കെ ശരി തന്നെ. നീ എന്നെ ടാറ്റു കാണിക്കാൻ വേണ്ടി പോയത് അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം ഉണ്ടല്ലേ, പെണ്ണുങ്ങളുടെ പുറകെ ഇല്ലടാ നീ പറഞ്ഞ കാരണം ഇനി എന്തായാലും ഞാൻ പോകത്തില്ല. എന്തായാലും നമുക്ക് GTR എടുക്കാനായിട്ട് പോവാം. ഞാൻ പിന്നെ എന്തോ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനിപ്പോ പൊക്കോണ്ടിരിക്കല്ലേ അങ്ങോട്ട്. അല്ലടാ നിനക്ക് GTR ഇട്ടിരിക്കുന്ന കറക്റ്റ് സ്ഥലം അറിയാവോ? നിന്റെ അടുക്ക് അവൻ പറഞ്ഞായിരുന്നു ആ സ്ഥലം ഏതാണ്? അവന്റെ അടുക്കെ പറഞ്ഞായിരുന്നു, ഞാൻ എത്തിച്ചേരാ. നീയും പിടക്കാതിരിക്കുന്നു. എനിക്ക് ഭയങ്കര ധൃതിയാണല്ലേ എന്നെ കൊടുത്തിട്ട് ആ GTR എടുക്കാൻ വേണ്ടി. അങ്ങനൊന്നും ഇല്ല. അല്ലെങ്കിലും കാര്യം കഴിയുമ്പോ നമ്മളെ ഒന്നും വേണ്ടല്ലോ. ഒന്ന് പോയാടാ ഒന്ന്. നിന്നെയൊക്കെ ഞാൻ അങ്ങനെയാണാടാ കണ്ടിരിക്കുന്നത്. എടാ അവനാണെങ്കിൽ വേറൊരു വണ്ടിയില്ല, അത് കാരണം ഞാൻ പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാ അത് പൈസ കൊടുത്ത്. അവൻ്റെ വീട്ടിലാണെങ്കിലും മൃഗങ്ങളെ കുറേ ഉണ്ട്. അവൻ എൻ്റെ അടുക്ക് കുറേ വട്ടം പറഞ്ഞ് നിന്നെ ഒന്ന് കൊടുക്കാവോ, അവിടെ കുറേ പേരുണ്ട്, നീ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് ഇവിടെ പോസ്റ്റ് ആണെന്നൊക്കെ ഞാൻ നിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നിന്നെ അങ്ങോട്ട് കൊടുത്തേക്കാനായിട്ട് പറഞ്ഞു. അതൊക്കെ ശരിയാ, പക്ഷെ എന്നാലും നമ്മുടെ വീട് വിട്ട് പോകുമ്പോ എനിക്ക് എന്താ പോലെ നമ്മുടെ വീട് കണക്കാണോ വേറൊരു വീട്. എടാ നീ ഒരാഴ്ച അവിടെ നിന്ന് നോക്ക്. നിനക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ തിരിച്ച് നിന്നെ നമ്മുടെ വീട്ടിലോട്ട് തന്നെ വിളിച്ചോണ്ട് പൊക്കോളാം. അങ്ങനാണേ ഓക്കെ. ഞാൻ എന്തായാലും അവിടെ പോയി നിന്ന് നോക്കാം. എനിക്ക് എന്തായാലും ഉറപ്പാ നീ ഇനി തിരിച്ചു വരത്തില്ല. ഇങ്ങനൊന്നും പറയണ്ട. അവിടെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ തിരിച്ചു വരും. എനിക്കാണെങ്കിലും വേറൊരു വീട്ടിൽ പോയി നിൽക്കുന്നത് ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിയാലോ. അതൊക്കെ അറിയാം, പക്ഷെ അവിടെ ഭയങ്കര മൃഗങ്ങളാടാ, കുറെ മൃഗങ്ങളൊക്കെ ഉണ്ട്. നിനക്കാണെങ്കിൽ കമ്പനി കിട്ടുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് കൊടുക്കാന്ന് വിചാരിച്ചു, അല്ലാതെ നിന്നെ വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല. അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. എടാ സ്ഥലം എത്താറായ? സ്ഥലം എത്താറായി. ഇതേ അവിടെ അവൻ വണ്ടി കൊണ്ടിടാന്ന് പറഞ്ഞ് രാവിലെ ആണെങ്കിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഈ സ്ഥലത്താണ് അവൻ പറഞ്ഞത്. ഇതിന്റെ ഈ സൈഡിലോട്ട് മാറ്റി അവൻ വണ്ടി കൊണ്ട് ഇട്ടേക്കാന്നാ പറഞ്ഞു. അപ്പൊ നമ്മൾ അത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലേ? കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ എന്താ, നിനക്ക് എന്നെ കൊടുക്കാനായിട്ട് ഭയങ്കര ധൃതിയാന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യും, നീ തിരിച്ചു തന്നെ വന്നേക്ക് കേട്ടാ. എന്റെ വീട്ടിലോട്ട് നിനക്ക് വഴി അറിയാമല്ലോ വീടിന്റെ, നീ അങ്ങോട്ട് തന്നെ വന്നേക്ക്. ഞാൻ അവനെ വിളിച്ച് പറഞ്ഞോളാം നിനക്ക് നിൽക്കാൻ ഇഷ്ടം. അങ്ങനാണെങ്കിലോ ഇനി GTR ഒക്കെ വരുമ്പോ എനിക്ക് ഒന്നുകൂടെ കൂട്ടാവല്ലോ. ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ നിന്നോ. അങ്ങനാണെങ്കിൽ നീ അവിടെ തന്നെ നിന്നാ മതി. നീ എന്തായാലും അവന്റെ വീട്ടിലൊന്നും പോയി നിൽക്കണം. എടാ ഇതാണ് അവൻ പറഞ്ഞ GTR. ഇത് തന്നെ ഓടിച്ചു നോക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയാൽ മതി കേട്ടാ. അവനാണെങ്കിൽ കുറെ നാൾ ഓടിച്ച് ഉപയോഗിച്ച സാധനം ഇതേ. ഇതിന് എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഉണ്ടാന്ന് ദൈവത്തിനാണ്. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവിടത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ഞാൻ പൈസ കൊടുത്തിട്ടല്ലേ സാധനം മേടിച്ചത്. കൊള്ളാം കേട്ടാടാ, നൈസ് വണ്ടി. എനിക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവൻ്റെ കയ്യിലാണ് അവൻ യൂസ് ചെയ്തത് വണ്ടി ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അത് മേടിച്ച് വെച്ചു. ഇപ്പോഴാണെങ്കിൽ അവനെന്തോ പൈസയുടെ കുറെ ആവശ്യമുണ്ട്, അത് കാരണം ഞാൻ ഇത് തന്നേക്കാൻ പറഞ്ഞു. പോയെന്ന് ഓടിച്ചു നോക്കിയിട്ടേക്കോ. ഇതല്ലെങ്കിലേ നമ്മളൊക്കെ വീട്ടിൽ കൊണ്ടിട്ട് ഇനി ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെ ലാസ്റ്റ് നമുക്ക് പണിയാവും. ഞാൻ ഓടിച്ചു നോക്കിയിട്ട് വരാം. അയ്യോ സാറേ, ഇതിന്റെ അകത്ത് ഒരു ഡോറ് കംപ്ലൈന്റ് ആണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് മുറിക്കാൻ മതി, ഇടക്കത് ഇളകിപ്പോ. ആണോ? അത് ഞാൻ നോക്കിക്കോളാം, കുഴപ്പമില്ല, അത് ഞാൻ നോക്കിക്കോളാം. അല്ല സാറിന്റെ പേരെന്തോ? ഞാൻ അത് ചോദിക്കാൻ മറന്നു. എന്നെ എല്ലാരും കേൽ ബോയ് എന്നാ വിളിക്കുന്നത്. നീയോ അങ്ങനെ തന്നെ വിളിച്ചാ മതി. എന്തായാലും നീയോ എന്റെ വീട്ടിലോട്ട് തന്നെ വരാനുള്ളതല്ല. സാറിന്റെ വീട്ടില് വേറെ വണ്ടികൾ വല്ലതും ഉണ്ട്? എടാ നീ പേടിക്കണ്ട, നീ എന്തായാലും പോസ്റ്റ് ആവുമെന്ന് വിചാരിച്ചല്ലേ നീ അങ്ങനെ ചോദിച്ചത്. വീട്ടിലാണെ 2 വണ്ടികളുണ്ട്, പിന്നെ നമ്മുടെ ഹിപ്പോ ഉണ്ട്. ഹിപ്പോനെ നീ ഇപ്പൊ കണ്ടില്ലായിരുന്നു, ഞാൻ കൊണ്ടുവന്നത്. അതാണ് എന്റെ ഹിപ്പോ. അല്ല അവനെ സാർ മൈക്കിൾ
മൈക്കിളിന് കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ അവനുണ്ടെന്ന് പറഞ്ഞത്? എടാ അവനവിടെ നിക്കാൻ കഴിയില്ലെന്ന്, അത് കാരണം പിന്നെ ഞാൻ പറഞ്ഞ എന്റെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു വന്നേക്കാൻ പറഞ്ഞു. അയ്യോ സാറാണെങ്കിൽ അവന് നിക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റാക്കിയൊക്കെ വെച്ചാ. എടാ അതൊന്നും സീനില്ല, ഞാൻ അവനെ വിളിച്ച് പറഞ്ഞേക്കാം കാര്യം, അല്ലെങ്കിലേ ശരിയാവത്തില്ല. അവനാണെങ്കിൽ അവിടെ നിക്കാൻ താല്പര്യമില്ലെന്ന്, പിന്നെ ഞാൻ ഫോഴ്സ് ചെയ്ത് നിർത്തേണ്ട കാര്യം. അല്ല ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, നിന്റെ പേരെങ്ങനെ? എന്റെ പേര് കിച്ചു എന്നാ, സാർ എന്നെ കിച്ചാന്ന് വിളിക്കും. എന്നാ ഞാനും കിച്ചു എന്ന് വിളിക്കാം. നിന്റെ പേര് കിച്ചു എന്നല്ല, ഞാൻ കിച്ചു എന്ന് വിളിക്കാം കേട്ടോ. അല്ല നീ എത്ര വർഷമായി നമ്മുടെ മൈക്കിളിന്റെ കൂടെ നിക്കാനായിട്ട് തുടങ്ങിയിട്ട്? അത് ഞാൻ വന്നിട്ട് കുറച്ച് നാളെ ആയുള്ളൂ, അതേ നാളൊന്നും ആയിട്ടൊന്നും ഇല്ല. കാരണം അവനാണെങ്കിൽ ഈയിടക്കാ എന്നെ മേടിച്ചത്, പിന്നെ എന്തോ പൈസയുടെ ആവശ്യം വന്നപ്പോഴാണ് സാറിന് ആടാ അതെനിക്കറിയാം. അവനാണെങ്കിൽ ആ കാര്യമൊക്കെ എന്റെ അടുക്ക് പറഞ്ഞായിരുന്നു. അവനാണെങ്കിൽ എന്തോ ബിസിനസ് തുടങ്ങിയിട്ട് ഫുള്ള് പാളിയൊക്കെ നിൽക്കുവാണ്, എങ്ങനെയെങ്കിലും ഈ കാറൊന്നും മേടിക്കാനായിട്ട് എന്റെ അടുക്ക് പറഞ്ഞു. ബിസിനസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ സാറ് പൊട്ടിപ്പാളി സായ എങ്ങനെയാന്ന് സാറിന് അറിയാം. ഇല്ലടാ ഒരു കുഴപ്പമില്ലായിരുന്നു. അവനാണെങ്കിൽ ഈയിടക്ക് ഏതോ ഒരു പെണ്ണൊക്കെ സെറ്റ് ആയതല്ലായിരുന്നു. സാറേ അവനിപ്പോ അവസ്ഥ വരാൻ കാരണം ആ പെണ്ണ് തന്നെ. ആ പെണ്ണ് കാരണമാണ് അവനിപ്പോ ഈ പടുകുഴിയിലോട്ട് വീണ് കിടക്കുന്നത്. അയ്യോ അതെന്നാ പറ്റി? ഒരു കഥയാ, അതൊന്നും പറയണ്ട. ഈയിടക്ക് അവനും ഭയങ്കര ഇഷ്ടമായിരുന്നു അവളുമായിട്ട് എവിടെ എന്ന് വെച്ചാൽ കറങ്ങാൻ പോവാ, എന്നിട്ട് എന്നെയും വിളിച്ചോണ്ട് പോവും അവളുമായിട്ട് കറങ്ങാൻ പോവാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ആണെങ്കിൽ അവൾ ഒരു 400 കോടി രൂപ ഇവന്റെ അടുക്കലാണെങ്കിൽ ചോദിച്ചു. അപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് വെച്ചിരുന്ന പൈസ എടുത്ത് ഇതിന്റെ അകത്തോട്ട് മറിച്ചു. അവളാണെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തൂല്ല, അവള് പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞു. അവനാണെങ്കിൽ മൊത്തത്തിൽ തന്നെ മൂഞ്ചി തെറ്റി ഇരിക്കും. എന്തായാലും നമുക്കിനി വീട്ടിലോട്ട് പോവാം.